So dear students, we are discussing about the preparation of ethanol. അല്ലേ, എഥനോളിനെ നമ്മൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫെർമെൻറ്റേഷൻ നടക്കേണ്ടത് അനാറോബിക് കണ്ടീഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് ഫെർമെൻറ്റേഷൻ വഴി കിട്ടുന്ന എഥനോളിനകത്ത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി 8 to 10% ഓഫ് എഥനോൾ. അങ്ങനെ കിട്ടുന്ന എഥനോളിനകത്ത് ശരിക്കും എഥനോളിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8 to 10% മാത്രമേ എഥനോൾ പ്യുവറായിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് വാഷ്. വാട്ട് ഈസ് ഇറ്റ്? വാഷ്. സോ വാട്ട് ഈസ് വാഷ്? 8 to 10% ഓഫ് എഥനോൾ ഈസ് നോൺ ആസ് വാഷ്. ഓക്കെ, അപ്പൊ നോർമലി നമുക്ക് ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്ന ആൽക്കഹോളിനകത്ത് 8 to 10% മാത്രമേ ആ ആൽക്കഹോളിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ് 8 to 10% ഓഫ് എഥനോൾ വിച്ച് വി ഗോട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദി ഫെർമെന്റേഷൻ പ്രോസസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. WASH, വാഷ്. ഓക്കെ, ഇനിയും ഇങ്ങനെ 8 to 10% മാത്രമേ എഥനോൾ ഉള്ളൂ. അതിനെ നമുക്ക് എന്താക്കണം? നമുക്ക് ആ കോൺസെൻട്രേഷൻ ഒരു കൂട്ടി വി ക്യാൻ മേക്ക് ഇറ്റ് അപ് ടു 95.6%. ഇങ്ങനെ ഒരു 95.6% എഥനോൾ ആക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്യാരി ഔട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്. എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി നമുക്ക് കിട്ടുന്ന 95.6% ഓഫ് എഥനോളിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, റെക്ടിഫൈഡ് സ്പിരിറ്റ്. സ്മോൾ പോയിന്റ്സ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും MCQസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വാട്ട് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? 95.6% of alcohol which we are obtaining as a result of fractional distillation process. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് കിട്ടുന്ന 95.6% ഓഫ് ആൽക്കഹോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി നോക്കിക്കേ, ഇത് 95.6 മാത്രമേ ആയിട്ടുള്ളൂ. വി ഹാവ് ടു മേക്ക് ഇറ്റ് അപ് ടു 100. നമുക്കൊരു 100% കോൺസെൻട്രേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചോദിച്ചാൽ നമ്മൾ അതിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബെൻസിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, by adding a small amount of benzene. ഒരല്പം ബെൻസിൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. So the concentration can be increased up to 100% by distilling with a small amount of benzene. ഒരല്പം ബെൻസിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാതെ നമുക്ക് കിട്ടുന്ന 100% പ്യുവറായിട്ടുള്ള എഥനോളിനെ we call it as absolute alcohol. What is it? Absolute alcohol. അപ്പോൾ എന്താണ് absolute alcohol എന്ന് പറഞ്ഞാൽ? 100% pure ethanol. That means ethanol which is free from water and other impurities. വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാതെയും അല്ലെങ്കിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാതെയും 100% പ്യുവറായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന എഥനോളിനെ we call it as absolute alcohol. Okay, that is known as absolute alcohol. Okay, so the ethanol which we are getting as a result of fractional distillation as a result of fermentation process, that is known as wash. That is 8 to 10% ethanolനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ് എന്നുള്ളത്. അതിനെ ഒരു 95.6% ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ്. ആൻഡ് ദാറ്റ് 95.6% ഓഫ് എഥനോൾ ഈസ് നോൺ ആസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇതിനെ ഒരു 100% ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബെൻസിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അറ്റ് ലാസ്റ്റ് വി വിൽ ഗെറ്റ് എഥനോൾ വിച്ച് ഇസ് ഫ്രീ ഫ്രം വാട്ടർ ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? 100% പ്യുവർ എഥനോൾ എന്ന് പറയും, ഓർ ഇറ്റ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, സോ നോർമലി എഥനോൾ എന്ന് പറയുന്നത് ഒരു കളർലെസ് ലിക്വിഡ് ആണ്. സോ നോർമലി ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ്. ഓക്കെ, നമ്മൾ പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഒരു സോൾവെന്റ് ആയിട്ടാണ് എഥനോളിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എഥനോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ്. ഒരു സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ പെയിന്റ് ഇൻഡസ്ട്രി. പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഒരു സോൾവെന്റ് ആയിട്ട് നമ്മൾ എഥനോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി preparing
or for the preparation of number of carbon compounds. ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഥനോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമുക്ക് നോർമലി കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആൽക്കഹോളിനെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസസിന് നമുക്ക് ഉപയോഗിക്കാണ്ട്, അതായത് അൺഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ദ കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ ക്യാൻ ബി മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അതിനെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗമല്ലാതെ ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ മിക്സിംഗ് കോപ്പർ സൾഫേറ്റ്. നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും, കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു കളറൊക്കെ വരും. ഓക്കെ, അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് മാത്രമല്ല, നമ്മൾ പിരിഡിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിരിഡിൻ ഇറ്റ് ഈസ് ഹാവിങ് എ ഫൗൾ സ്മെൽ. ഒരു ഫൗൾ സ്മെല്ലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു ലിക്വിഡാണ് പിരിഡിൻ. പിന്നെ അതുപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കളറേഷനും അതിനുണ്ടാവും, ഒരു പെർട്ടിക്കുലർ കളറും ഉണ്ടാവും. ഓക്കെ, സോ ദ കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ can be made unfit for drinking. How we can made it unfit for drinking? By mixing copper sulfate, okay, and pyridine. Copper sulfate ഉം pyridine കൂടെ ചേർത്താൽ അത് ഡ്രിങ്കിങ് പർപ്പസിന് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ ആകും. ആ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. വാട്ട് ഈസ് ദാറ്റ്? ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ? The commercially available alcohol is made unfit for drinking by adding copper sulfate and pyridine. Copper sulfate and pyridine add ചെയ്ത് unfit ആക്കും for drinking purpose, and that process is known as denaturation of alcohol. അങ്ങനെ ഡീനാച്ചുറേഷൻ നടത്തുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ കിട്ടുന്ന ആൽക്കഹോളിനെ നമ്മൾ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്നും പറയും. സോ ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ഓർ ഡീനാച്ചുറേഷൻ ഓഫ് ദ പ്രോസസ് ഇസ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ, ആൻഡ് ദ ആൽക്കഹോൾ വിച്ച് യു ആർ ഒബ്റ്റൈനിങ്, okay, as a result of adding these two components, that is known as denatured spirit. എന്നെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മെഥനോൾ ആണ് ഡീനാച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, so next is very important, that is how we can മാനുഫാക്ചർ എഥനോൾ ബൈ അനദർ പ്രോസസ്. നമുക്ക് വേറൊരു രീതിയിൽ എഥനോളിനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ ഓഫ് ഈഥീൻ. യു ഓൾ നോ ദാറ്റ് വാട്ട് ഈസ് ഈഥീൻ. എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് ഈഥീൻ എന്ന് പറയുന്നത് അല്ലേ. ഡബിൾ ബോണ്ടഡ് കാർബൺ കോമ്പൗണ്ട് ആണ് അല്ലേ. അപ്പൊ ഈഥീനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രേഷൻ നടത്തണം. ദാറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് വാട്ടർ, റൈറ്റ്? ഹൈഡ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഥനോൾ കിട്ടും. സോ എഥനോൾ ക്യാൻ ഓൾസോ ബി മാനുഫാക്ചർഡ് ബൈ ദ ഹൈഡ്രേഷൻ ഓഫ് ഈഥീൻ. ഈ ഒരു പോയിന്റും കൂടെ എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, so dear students, next we will discuss another important class of organic compound, that is ethers. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈഥേഴ്സ് എന്നായിരുന്നു. ആൽക്കഹോളിനെയും ഫീനോളിനെയും പറ്റി നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് ഓൾ ദി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. ആൻഡ് ഹിയർ ഈസ് ദ തേർഡ് കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ദാറ്റ് ഈസ് ഈഥേഴ്സ് അല്ലേ. നോർമലി ഒരു ഓക്സിജൻ ലിങ്കേജ് ഇടയ്ക്ക് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്, ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വി കോൾ ഇറ്റ് ആസ് ഈഥേഴ്സ്. നമ്മളതിനെ ഈഥേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈഥറിൻ്റെ ഒരു നെയിമിങ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കോമൺ നെയിംസ് ഓഫ് ഈഥർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ്സിൽ നിന്ന് നമ്മൾ വേർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ CH3OCH3. ഓക്കെ, CH3OCH3. ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഈഥർ കോമ്പൗണ്ട്, ഇത് ഈഥർ ആണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം ഓക്സിജൻ ലിങ്കേജ് ആണ് ഇൻ ബിറ്റ്വീൻ ദി കാർബൺ ആറ്റംസ് അല്ലേ. അപ്പോൾ ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്, കോമൺ നെയിമും ഉണ്ട് ആസ് വെൽ ആസ് IUPAC നെയിം ഈസ് ഓൾസോ ദർ. ഓക്കെ, സോ ദാറ്റ് ഐ ഓൾറെഡി ഇൻഫോംഡ് യു. സോ കോമൺ നെയിമും IUPAC നെയിമും നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഞാൻ കോമൺ നെയിം ഒന്ന് ജസ്റ്റ് പറയാം. കോമൺ നെയിം എന്ന് പറയുമ്പോൾ
രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ടല്ലേ, രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 2 methyl ഗ്രൂപ്പ്സ് ആർ പ്രസന്റ്. ഓക്കെ, ഇതൊരു ഈതർ ആണെന്ന് നമുക്കറിയാം. സോ ദ നെയിം ഈസ് ഡൈ മീഥൈൽ ഈതർ. എന്താണ് പേര്? ഡൈ മീഥൈൽ ഈതർ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, സോ ദിസ് ഇസ് ഡൈ മീഥൈൽ ഈതർ. ഇപ്പം ഞാൻ കോമൺ നെയിം ആണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് വി വിൽ ചെക്ക് ഹൗ വി ക്യാൻ റൈറ്റ് ദി IUPAC നെയിം. IUPAC നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്സിജൻ ആണ് ലിങ്കേജ് ആയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഇതിന്റെ വേർഡ് റൂട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഒറ്റ കാർബൺ ഉണ്ട്. ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നു. ഓക്സിജന്റെ ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കേ, ഒരൊറ്റ കാർബൺ ആറ്റമേ ഉള്ളൂ. അത് ഏതാണ്? മെത്താണ് അല്ലേ. മീഥൈൻ്റെ ANE മാറ്റി അതിനകത്ത് എന്ത് കൊടുക്കുക? OXC കൊടുക്കുക, XY കൊടുക്കുക. ANE മാറ്റി OXY. സോ മെത്തോക്സി. മെത്തോക്സി എന്താണ്? മീഥെയിൻ. എന്താണ്? മെത്തോക്സി മീഥെയിൻ. അപ്പം മീഥെയിൻ എന്നുള്ള പേരിനകത്ത് നമ്മൾ എന്ത് കളയണം? ANE എന്നുള്ളത് നമ്മൾ അങ്ങ് കളയുക. പകരം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? OXY നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ മെത്തോക്സി methane. So that is the IUPAC name of this particular organic compound. Okay, so IUPAC name and nomenclature ആണ് നമ്മൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുന്നത്. IUPAC nomenclatureൽ നമ്മൾ അതിനെ ഒരു കറസ്പോണ്ടിങ് ആൽക്കോക്സി ആൽക്കെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പറയുന്നത്. ആൽക്കോക്സി ആൽക്കെയിൻ. സോ അനദർ എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. C2H5O C2H5. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കാർബൺ ആറ്റം, അത് സെയിം ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇതിന്റെ കോമൺ നെയിം പറയുമ്പോൾ എത്ര ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദറ്റ് ഈസ് ഡൈ ഈഥൈൽ ഈതർ എന്ന് നമ്മൾ പറയും. ഡൈ ഈഥൈൽ ഈതർ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ IUPAC നോമൻക്ലേച്ചർ ആണെങ്കിൽ ഇത് ഈഥൈൻ ആണ്, ഇത് ഈഥൈൻ ആണ് അല്ലേ. പക്ഷെ ഈ ഈഥൈൻ്റെ ANE മാറ്റി OXY കൂടെ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുക. സോ വി ക്യാൻ റൈറ്റ് എത്തോക്സി ഈഥെയിൻ എന്ന് പറയാം. എന്താണ്? എത്തോക്സി ഈഥെയിൻ. സോ ദിസ് ഇസ് ദ IUPAC നെയിം ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട്, എത്തോക്സി ഈഥെയിൻ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നെയിമിങ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അടുത്ത ഒന്ന് നോക്കാം. C6H5OCH3. ഓക്കെ, C6H5OCH3. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും CH3O ഗ്രൂപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ CH3 ഗ്രൂപ്പ് ഏതിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ബെൻസിൻ റിംഗിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും മെത്തോക്സി, മെത്തോക്സി ബെൻസിൻ. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പിന്നെ മെത്തോക്സി ബെൻസിൻ എന്ന് പറയും. ഓക്കെ, മെത്തോക്സി ബെൻസിൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബെൻസിൻ റിങ് വരുന്നു. ബെൻസിൻ റിങ്ങിലേക്ക് എന്ത് വരുന്നു? ഒരു OCH3 ഗ്രൂപ്പ് കൂടെ വരുന്നു. ദറ്റ് ഈസ് മെത്തോക്സി ബെൻസിൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അനീസോൾ എന്ന് വിളിക്കും. ദറ്റ് ഈസ് അനീസോൾ. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ഹൗ വി ക്യാൻ നെയിം ദി ഈഥർ ഗ്രൂപ്പ്. ഓക്കെ, ഈഥേഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ നെയിം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടി ഒന്ന് എഴുതുകയാണ്. നമ്മൾ ബെൻസിൻ റിങ് വന്നു. ബെൻസിൻ റിങ്ങിലേക്ക് ഒരു OCH2CH3 വന്നു. ഇവിടെ OCH3 ഉള്ളായിരുന്നു. അതെന്താണ്? മെത്തോക്സി ഗ്രൂപ്പാണ് അല്ലേ. ഇതപ്പോൾ എന്താണ്? C2H5 ആണ്, എത്തോക്സി ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പേര് പറയും? ദാറ്റ് ഈസ് എത്തോക്സി ബെൻസിൻ. വാട്ട് ഈസ് ദ നെയിം? എത്തോക്സി ബെൻസിൻ എന്ന് പറയും. ഓക്കെ, സോ ഹിയർ ഈസ് ദ ഇൻഫർമേഷൻ ഹൗ വി ക്യാൻ നെയിം ദ ഈതേഴ്സ്. ഈതേഴ്സിന്റെ നെയിമിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പുറം ഇപ്പുറം ഉള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കണം. അതിൽ തന്നെ നമുക്കിപ്പോൾ ലാർജർ ആയിട്ടുള്ള R ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അത് പേരന്റ് ഹൈഡ്രോ കാർബൺ ആയിട്ട് കൺസിഡർ ചെയ്ത് വേണം നമ്മൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെയിം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈതേഴ്സിന്റെ കാര്യം. നൗ if both the groups, okay, which are coming or both sides of O group, if we are having the same group, നമ്മൾ അതിനെ symmetric ethers എന്ന് പറയും. What is it? Symmetric ethers.
ഓക്കെ, അപ്പം നമ്മൾ O ഗ്രൂപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഇപ്പം മുമ്പ് നമ്മൾ എഴുതിയ പോലെ OCH3CH3 O ഗ്രൂപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ബോത്ത് സൈഡ്സിലും സെയിം ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സിമെട്രിക് ഈതേഴ്സ് എന്ന് വിളിക്കും. O ഗ്രൂപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇപ്പൊ CH3O C2H5 എന്നാണ്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അപ്പുറവും ഇപ്പുറവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? asymmetric ether എന്ന് വിളിക്കും. That is asymmetric ether. Asymmetric ether. Okay, so ether can be considered as two types, symmetric ethers and asymmetric ethers. Symmetric ethers means oxygen both sides-ilum identical ആയിട്ടുള്ള alkyl groups ആണെങ്കിൽ symmetric-ലും, different ആയിട്ടുള്ള alkyl groups ആണെങ്കിൽ നമ്മൾ അതിനെ asymmetric ethers എന്നും പറയും. Okay, so now we will discuss the preparation of ethers. How we can prepare ethers? Preparation of ethers. So this is very important, how we can prepare ethers. So preparation of ethers. First method എന്ന് പറയുന്നത് by the dehydration of alcohols. Alcoholsനെ dehydration നടത്തണം. What do you mean by dehydration? വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, സോ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ഫ്രം ആൽക്കഹോൾ ഗിവ്സ് ഈതേഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണിത്. ഒരുപാട് ടൈം നമ്മുടെ CBSEയിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. ഓക്കെ, സോ ദിസ് റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. CH3CH2OH. വാട്ട് ഈസ് ദിസ്? ഇത് നമ്മുടെ എത്തനോൾ ആണ് അല്ലേ. ഈ എത്തനോളിനെ, ഇതൊരു ആൽക്കഹോൾ ആണ് അല്ലേ, ഈ ആൽക്കഹോളിനെ നമ്മൾ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നു. ഓക്കെ, ആൽക്കഹോൾ അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, സോ ഡീഹൈഡ്രേഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് സം പ്രോട്ടിക് ആസിഡ്സ് ആണ്. അത് സൾഫ്യൂരിക് ആസിഡോ അല്ലെന്നുണ്ടെങ്കിൽ H3PO4 പോലുള്ള പ്രോട്ടിക് ആസിഡ്സിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഞാനിവിടെ സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് എഴുതുന്നത്. ആൻഡ് alcohols, they undergo dehydration in presence of protic acid like sulfuric acid. Okay, ഇവിടെ നമ്മൾ വ്യത്യസ്തമായ രണ്ട് ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത്. 443 Kelvin ടെമ്പറേച്ചർ ആൻഡ് 413 Kelvin ടെമ്പറേച്ചർ. ഓക്കെ, രണ്ട് ടെമ്പറേച്ചർ കൊടുത്തു. Okay, so these are the two reaction conditions. Okay, നമ്മുടെ ടെമ്പറേച്ചറിന് മാത്രം അല്പം വേരി ചെയ്തിട്ടുള്ളൂ. So ethanol when dehydrated with sulfuric acid, normally we are using concentrated sulfuric acid ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 413 Kelvin ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ we will be getting a product that is C2H5O C2H5. What is this? ഒരു ഡൈ ഈഥൈൽ ഈഥർ ആണ്. ഡൈ ഈഥൈൽ ether. So we will be getting diethyl ether. So ethanol undergoes dehydration in presence of concentrated sulfuric acid at 413 Kelvin temperature. നമുക്ക് C2H5O C2H5 എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഡൈഇഥൈൽ ഈഥർ എന്നാണ് പറയുന്നത്. സെയിം റിയാക്ഷൻ അറ്റ് 443 Kelvin temperature ആണെങ്കിൽ we will be getting CH2 double bond CH2. നമുക്ക് എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. എന്താണിത്? ആൽക്കീനാണ്, ഈഥീനാണ് അല്ലേ. സോ വിൽ ബി ഗെറ്റിംഗ് ഈഥീൻ. ഓക്കെ, അപ്പോൾ ഈഥറിന്റെ ഫോർമേഷൻ ശരിക്കും പറഞ്ഞാൽ SN2 മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. SN2 മെക്കാനിസത്തിനകത്ത് ഓരോ സ്റ്റെപ്പും ഉണ്ട്. അതിന് ഞാൻ സ്റ്റെപ്പ് മെക്കാനിസം ഞാൻ പറയാം. സോ ബിഫോർ മെക്കാനിസം ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഈതേഴ്സ് ക്യാൻ ബി പ്രിപ്പയർഡ്. ദ ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ബൈ ദ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. സോ ആൽക്കഹോൾസിന് നമ്മൾ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈതർ കിട്ടും. സോ ഹിയർ ഈസ് എ റിയാക്ഷൻ. എഥനോൾ, ഇറ്റ് ഈസ് എൻ ആൽക്കഹോൾ. വെൻ ഇറ്റ് ഈസ് dehydrated in presence of പ്രോട്ടിക് ആസിഡ് ലൈക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ രണ്ട് വ്യത്യസ്തമായ ടെമ്പറേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 413 Kelvin ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ
ഈതേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് 443 കെൽവിൻ ടെമ്പറേച്ചറിലാണെങ്കിൽ ഈഥീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. So now we already discussed the formation of ether അല്ലേ. ഈതറിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് ഈതർ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു മെക്കാനിസമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഈസ് ദ മെക്കാനിസം ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈതർ. ഈതറിൻ്റെ ഫോർമേഷൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി ഈതറിൻ്റെ പ്രിപ്പറേഷനിൽ SN2 മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. ഓൾ ഓഫ് യു നോ വാട്ട് ഈസ് SN2 മെക്കാനിസം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ് SN2 മെക്കാനിസം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ആൽക്കഹോള് ഒരു പ്രോട്ടോണുമായിട്ട് നമ്മൾ ആൽക്കഹോളിനെ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രോട്ടിക് ആസിഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് 1 മോളിക്യൂൾ ഓഫ് ആൽക്കഹോൾ അത് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്തിട്ട് അവരൊരു പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ആയിട്ട് മാറുന്നു അല്ലേ. ഓക്സിജനിൽ മൊത്തത്തിൽ 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ ഹൈഡ്രജനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. H+, പ്രോട്ടോൺ ആണ്. അപ്പോൾ H+ കൂടി ഇതിലേക്ക് ആഡഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് വെൻ ആൽക്കഹോൾ അക്സെപ്റ്റ്സ് എ പ്രോട്ടോൺ, ഈ കിട്ടിയ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ എന്നാണ്. എന്താണ്? പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ എന്നാണ്. ഓക്കെ, സോ നമുക്കൊരു പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ആൽക്കഹോൾ ആണിത്. CH3CH2OH ആണ്. ഓക്സിജനിൽ 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് കാണിച്ചിരിക്കുന്നു. H+ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജനും കൂടി നമ്മൾ ഇവിടേക്ക് കാണിക്കുന്നു. അങ്ങനെ നമുക്കൊരു പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ, ഇതാണ് നമ്മുടെ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അതിലേക്ക് വീണ്ടും നമ്മുടെ ഒരു മോളിക്യൂളും കൂടി ആഡ് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഇസ് CH3CH2OH. എന്താണിത്? ഇത് നമ്മുടെ എഥനോൾ ആണ് അല്ലേ. അപ്പൊ ഈ എഥനോൾ വീണ്ടും ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമുക്ക് ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അല്ലേ. ഓക്സിജനിൽ ഒരു പ്ലസ് സൈൻ കിട്ടുന്ന ഒരു കോമ്പൗണ്ട്. സോ CH3CH2O+OH CH2CH3 അല്ലേ. ഇവിടെ H2 അങ്ങ് മാറി. ഓക്കെ, സോ ബാക്കിയുള്ള കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ഓക്സോണിയം അയോൺ ഫോർമേഷൻ എന്ന് പറയും. എന്താണ്? ഓക്സോണിയം അയോൺ ഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ അനദർ മോളിക്യൂൾ ഓഫ് ദിസ് എഥനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലേ. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ഓക്സോണിയം അയോൺ. നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഓക്സോണിയം അയൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഫോം ചെയ്ത ഓക്സോണിയം അയോണിൽ നിന്ന് ഇറ്റ് ലോസസ് എ പ്രോട്ടോൺ. ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു പ്രോട്ടോൺ അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ, ഈ ഓക്സോണിയം അയോണിൽ നിന്ന് ഒരു പ്രോട്ടോൺ അങ്ങ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ അങ്ങ് മാറുന്നു അല്ലേ. ഒരു പ്രോട്ടോൺ അങ്ങ് നഷ്ടപ്പെടുന്നു അല്ലേ. സോ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ ഓക്സിജന്റെ പ്ലസ് സൈൻ അങ്ങ് മാറും, ഒരു ഇലക്ട്രോൺ അവിടോട്ട് കിട്ടും. സോ നമുക്ക് CH3CH2O CH3CH2O ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓയുടെ അപ്പുറവും ഇപ്പുറവും, അതായത് ഓക്സിജന്റെ അപ്പുറവും ഇപ്പുറവും CH3CH2 ഗ്രൂപ്പാണ് വരുന്നത്, പ്ലസ് H+ ആണ് വരുന്നത്. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ഓക്സോണിയം അയോൺ ഇറ്റ് ലോസസ് എ പ്രോട്ടോൺ ആൻഡ് ഇറ്റ് ഫോംസ് എന്താണ്? ഈഥർ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈഥർ കിട്ടും. ക്ലിയർ? സോ ഈ മെത്തേഡാണ് നോർമലി നമ്മൾ ഈതേഴ്സിൻ്റെ, അതായത് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ സെക്കൻഡറിയും ടെർഷറിയും ഒക്കെ ആൽക്കഹോൾസ് എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് മേജർ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ആൽക്കീൻസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈതർ മേജർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വരിക. Okay, so this method is suitable for the preparation of ethers having primary alkyl groups. Okay,
പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഈതേഴ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ദ മെക്കാനിസം ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈതർ വിച്ച് ഫോളോസ് SN2 മെക്കാനിസം. സ്റ്റെപ്പ് 1 നമ്മുടെ ആൽക്കഹോൾ പ്രോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്ത് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഉണ്ടാവുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ആൽക്കഹോൾ ഒരു മോളിക്യൂൾ ആൽക്കഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഓക്സോണിയം അയോൺ ഫോം ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പിൽ ആ ഓക്സോണിയം അയോണിൽ നിന്ന് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. ഹൈഡ്രജൻ അല്ല H+, പ്രോട്ടോൺ നഷ്ടപ്പെടുന്നു. പ്രോട്ടോൺ നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഈതർ എന്ന് പറയുന്നത്. ഓക്കെ.